എന്താ ഒന്നും കേൾക്കുന്നില്ലല്ലോ? ആരാ സംസാരിക്കുന്നുണ്ടോ? ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഓ ശരി, ഞാൻ വിചാരിച്ചു ഞാൻ കേക്കായിട്ടേക്കും. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. prayer പാടുന്നത് മിസ് ഞാനാ. കരുണതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമതൻ കോവിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചേറു കൈത്തിരി ഏന്തി ഞാൻ നിന്റെ അരികിലേക്കർച്ചനക്കെത്തവേ, കനിവിൻ കടാക്ഷങ്ങളേകണേ, എന്റെ കരളിലമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ ഞങ്ങളഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പുനീശ്വരാ, ഞങ്ങൾ കരുളേണം മാപ്പുനീശ്വരാ, ഞങ്ങൾ കരുളേണം മാപ്പുനീശ്വരാ. താങ്ക് യു മിസ്. നെക്സ്റ്റ് സൈൻ ഇൻ ആരാ? ശ്രുതി ശങ്കറാണ് മാം സൈൻ ഇൻ. ഓക്കെ, ശ്രുതി. Yes, ma'am. Yes, ma'am. Good afternoon, ma'am and dear colleagues. Myself, Shruti Shankar. I am thrilled to welcome you all today's live class. I am very happy to be here today. Let's begin our class with Thought of the Day and Action Song. Welcome for Thought of the Day, be Asura, and Action Song for Shamina. Thank you. Good afternoon, Miss. There is no school equal to a decent home and no teacher equal to a virtuous parents. ഒരു നല്ല വീടിന് പകരം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. ഗാന്ധിജി. സോങ് ഷമീനയാണ്. ഷമീന. ഷമീന ജോയിൻ ചെയ്തോ? ഷമീന ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഷമീന അറിയില്ല മാം, ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ പോകുന്നു. ജോയിൻ ചെയ്തിട്ടില്ല പോകുന്നു. നെക്സ്റ്റ് ഒന്നുമില്ല പരിപാടി. വേറെ ആരെങ്കിലും ആക്ഷൻ സോങ് സ്റ്റോറി. Good afternoon, ma'am and friends. Myself, Adira Kiran. A bat sitting on a tree is never afraid of the branch breaking, because her trust is not in the branch but in her own wings. Moral of the story: always believe in yourself. Thank you. മാം ഒരു ആക്ഷൻ സോങ് പാട്ടെ. എന്റെ മോൾക്ക് ഓരോ പാടണമെന്നുണ്ട് ഒരു പാട്ട്. Good afternoon, ma'am. Good afternoon. Banana, beep, 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 banana. Chop, banana, chop, 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 banana.
cat, banana, cat, banana. It's banana, means banana. Shake banana, shake banana. Drink banana, drink banana. So sweet banana. Thank you, ma'am. ഓക്കെ കാര്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യും. കണ്ടി നോക്കിയ കണ്ടോ, കണ്ടുപിടിക്കും. മടിയന്മാരല്ലേ നിങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ, ആണോ? ഇപ്പോഴത്തെ കുഞ്ഞുമക്കളെ കണ്ടുപിടിക്കണം നമ്മളെല്ലാവരും. ഓക്കെ ഓക്കെ നമുക്കിന്നേ ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല, ഒരു ആക്ടിവിറ്റി തരാം. ചെയ്യാൻ തയ്യാറാണോ? ഡിബേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരു ഡിബേറ്റ് ആണ് തരുന്നത്. അപ്പോ അതിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഡിസിപ്ലിൻ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ? മനസ്സിലായോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? കുട്ടികള് ഡിസിപ്ലിൻ പഠിക്കുന്നത് കൂടുതലും എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ? കുറച്ചാളുകൾ വീട്ടിൽ നിന്നായിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്താണ് ഡിബേറ്റ് നടത്താൻ പറ്റുള്ളൂ അല്ലെ? കുറച്ചാളുകള് വീട്ടിൽ നിന്ന് ഉള്ളതിനുള്ള ആൻസർ പറയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ പറയാം. വിഷയം അതുപോലെ തന്നെ കുറച്ച് കുട്ടികള് സ്കൂളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പറയാം. ക്ലിയർ ആയോ? ഒന്നുകൂടി ഇംഗ്ലീഷിൽ വായിക്കാൻ. ക്വസ്റ്റ്യൻ: ഇൻ ചിൽഡ്രൻ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ഓർ ഫാമിലി? ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ആലോചിക്കാൻ 2 മിനിറ്റ് സമയം തരാം. ഓക്കെ, അൻസി വീട്ടിൽ നിന്ന്. ഇനി ആരൊക്കെയാ വീട്ടിൽ നിന്ന് പറയേണ്ടത്? ഞാനും വീട്ടിൽ നിന്ന് പറയാം. ആ, സപ്ന, വീട്ടിൽ നിന്ന്. തസ്നി. Good afternoon, teacher. സ്കൂളിൽ നിന്ന്. സ്കൂള്. ഓക്കെ. പകുതി കുട്ടികള് സ്കൂളും പകുതി കുട്ടികള് വീടും കേട്ടോ. ഓക്കെ, അങ്ങനെ പറയണം കേട്ടോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരാം മിസ്, പോയിന്റ്സ് ഒക്കെ ആലോചിക്കാനായിട്ട്. അത് ഒന്നും കൂടെ പറയൂ. വിഷയമാണോ? വിഷയം എന്ന് പറഞ്ഞാല് കുട്ടികള് ഡിസിപ്ലിൻ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ? ഓക്കെ ഓക്കെ പോയിന്റ്സ് ഒക്കെ ആലോചിച്ചോളൂ കേട്ടോ. നമുക്കൊരു 12:20 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 12:18 ആയിട്ടുണ്ട്. 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഹോം ആണോ? സ്കൂളിൽ നിന്ന് ആരും പറയില്ല? ഞാൻ സ്കൂളിലെ ഇത് പറയാം. ഉണ്ണിമേരി പറഞ്ഞിട്ടുണ്ടായത്. മാം, ഞാൻ സ്കൂളിലെടുക്കാം. ഓക്കെ, ഇതാ ആലോചിച്ചോളൂ കേട്ടോ. അതെ, ഓക്കെ. ഞാനും വീട്ടിൽ നിന്ന് ചൂസ് ചെയ്യണേ. ഓക്കെ, അപ്പൊ കുറച്ച് ആളുകൾ അയച്ചിട്ടുണ്ട് സ്കൂളിൽ. മാം, ഞാൻ പറയട്ടെ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആര്യ ഏതാണ്? സ്കൂളാണോ വീടാണോ?
വീട്. വീട്. ഓക്കെ, പറയട്ടെ? പറഞ്ഞു. എങ്ങനെയാ അങ്ങ് നമ്മള് സംസാരിക്കുന്ന പോലെ പറഞ്ഞാൽ മതിയല്ലോ, ഇങ്ങനെ റൂളായിട്ടൊക്കെ. നമ്മുടെ സംവാദം, അതാണ് ഡിബേറ്റ് കേട്ടോ. രണ്ട് ആളുകളായിട്ട് തിരിഞ്ഞ്, രണ്ട് ഇതിൽ തിരിഞ്ഞിട്ട് നമ്മള് ഒരാൾക്കാര്, കുറച്ച് ആൾക്കാര് സ്കൂളും കുറച്ച് ആൾക്കാര് വീടും. ഓക്കെ, ഒരാളിപ്പോ വീടിന്റെ പറയുമ്പോ ഒരാള് സ്കൂളിന്റെ പറയാം. ഓക്കെ, ഓക്കെ. അപ്പൊ ആ ഫസ്റ്റ് പോയിന്റ് വീട്ടിലത് പറയുമ്പോ സെക്കൻഡ് പോയിന്റ് സ്കൂളിലത് പറയുമായിരിക്കോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയട്ടെ. ആദ്യത്തെ അധ്യാപകർ എപ്പോഴും മാതാപിതാക്കളായിരിക്കും. കുട്ടികളുടെ ഭാഷയും പെരുമാറ്റവും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പിന്നീട് ബേസ് ആയിട്ടുള്ള കാര്യം എപ്പോഴും മാതാപിതാക്കളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയണോ അതേ സ്കൂളിൽ ബേസ് ചെയ്തിട്ട് പറയൂ? സ്കൂളിനെ ബേസ് ചെയ്തിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ആര്യ പറയൂപ്പോ? ഇല്ല മാം, ആര്യ ഏകദേശം പറയട്ടെ മാം. നെക്സ്റ്റ് സ്കൂളിന്റെ ഒരു കണ്ടിന്യൂ ചെയ്യാം. മീൻസ് ജസ്റ്റ് വൺ ലൈൻ ഒക്കെ ഡിബേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ആര്യ അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ വീട്ടിലാണ് ഒരു 3 ഏജ് വരെയൊക്കെ മക്കളെ വീട്ടിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതും ബേസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങള്, ശീലങ്ങള്, ഓരോരുത്തർക്ക് ബിഹേവ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള കുറെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ രീതിയിട്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടല്ലേ സ്കൂളിലോട്ട് പോവുള്ളൂ. അപ്പോ വീട്ടില് നമ്മൾ നേരെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു കൊടുത്തിട്ട് സ്കൂളിലോട്ട് വിടുമ്പോഴത്തേക്കും ആയിരിക്കും കൂടുതൽ ആ കാര്യങ്ങൾ കുഞ്ഞ് മനസ്സിലാക്കുന്നതും അതിന്റെ കണ്ടിന്യൂസ് കിട്ടുന്നത് സ്കൂളിൽ നിന്നായിരിക്കും. ഒരിക്കലും സ്കൂളിൽ നിന്ന് അതിന്റെ കണ്ടിന്യൂസ് കിട്ടില്ലല്ലോ. ബേസ് നമ്മൾ കൊടുത്താലേ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും വീട്ടിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാവും. ബട്ട് ഞാൻ അതിന് ഓക്കെ പറയൂ. മീൻസ് ബൈ ബർത്ത് ടു 3 years സ്റ്റിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കൈമ ഉണ്ടാവും. ആഫ്റ്റർ 3 ഒരാള് 3 or 3.5 year ആകുമ്പോ പ്ലേ സ്കൂൾ ഓർ ഇങ്ങനെ കളിക്കാനും വിട്ടിട്ടുണ്ടാവും. ഞമ്മ കൊടുത്ത ആ 3 yearsന്റെ ഞമ്മ എന്ത് വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും അത് ആ സ്കൂളിൽ പോയിട്ടുണ്ടാവും. മീൻസ് വീട്ടില് ആ 3 years, ജസ്റ്റ് 3 years, ആഫ്റ്റർ 3 years ഫുള്ളൊരു ടിൽ 10th 12 +1 +2 സ്പെൻഡ് ചെയ്യുന്ന ടൈം 8 hours ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിൽ. അപ്പോ അവര് 3 years കുട്ടികള്. ആഫ്റ്റർ അവര് മെച്ചോർ ആവുന്നത്, അവര് മീൻസ് അവര് പഠിക്കുന്നത് സ്കൂളിൽ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോ സ്കൂളിൽ ടീച്ചേഴ്സ് സ്ട്രിക്റ്റോ ഇല്ലെങ്കിൽ വേറെ, ഇപ്പത്തെ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ഇല്ല, കുഞ്ഞുങ്ങൾക്ക് തയ്ച്ചൂടാ ഇതാക്കിയോടാ. പണ്ടത്തെ കാലത്തില് അമ്മമാർന്ന് ടീച്ചേഴ്സ് നല്ലോണം കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ലത്. മീൻസ് ഞമ്മക്ക് ഇപ്പൊ പഠിക്കുന്നുണ്ടെങ്കോ ഇപ്പൊ പറയുന്നില്ലേ എന്താ പുറത്തുനിന്ന് ഞമ്മ അധികം പഠിക്കും. ഉള്ളൊരു വീട്ടിന്റെ ഉള്ളില് ഒന്നും പഠിക്കൂല. ഞമ്മ പുറത്ത് വിട്ടാലെ കുഞ്ഞുങ്ങള് കളിക്കാന്, പഠിക്കാന്, വായിക്കാന്, ഒരാൾക്ക് റെസ്പോണ്ട് കൊടുക്കാന് പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പണ്ടെന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറയട്ടെ. അമ്മ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മ പറഞ്ഞു കൊടുത്താ കുഞ്ഞ് കേക്കില്ല. ഞാൻ പറയട്ടെ. അമ്മ ഒരിക്കലും ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മയാണ്. ഒരു 3 വയസ്സ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ ഞാൻ പറയും. അമ്മ കൈ പിടിച്ച് എഴുതിപ്പിക്കാതെ ഒരിക്കലും ടീച്ചർ എഴുതിപ്പിച്ചാൽ ആ കുഞ്ഞ് കേൾക്കില്ല. ഫസ്റ്റ് എന്തായാലും ആ കുഞ്ഞ് നിരസിച്ചിരിക്കും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോവും. അതിനൊരു ടൈമുണ്ട്. ആ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ചിരുത്താൻ എടുക്കുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞിന് ബേസ് അല്ലെങ്കിൽ എഴുതാൻ പഠിപ്പിച്ച് കുഞ്ഞിനെ വിട്ട് അല്ലെങ്കിൽ പെൻസിൽ പിടിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ആ സമയം എന്തായാലും അത്രയും സമയം ടീച്ചർ എടുക്കില്ല, ഉറപ്പാണ്. ആ ടീച്ചറിന് ഒരു പരിധിയുണ്ട്. ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. ഒരിക്കലും 100% ടീച്ചറിന്റെ മകളിൽ ഒരു കുഞ്ഞിന്റെ കെയർ വയ്ക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ ബിഹേവിയർ ചേഞ്ച് ആകുന്നത് ആഫ്റ്റർ മീൻസ് അങ്ങനെയുള്ള വീട്ടില് വളർത്തിനു പുറത്തുനിന്ന് പഠിക്കുന്നത് കുറെ ഡിഫറൻസ് ഉണ്ടാവും. സ്കൂളിൽ ഇപ്പൊ ഞമ്മ 3 കൊല്ലം പഠിപ്പിച്ചത് കുഞ്ഞുങ്ങൾക്ക് 3 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ടാവും. മീൻസ് 3 years ഞമ്മ സ്റ്റാർട്ട് ചെയ്യും ജസ്റ്റ് ഏതാനി അക്ഷരം വായിക്കാൻ. മോറൽ എല്ലാം
ഏകദേശം അല്ല പഠിപ്പിക്കുന്നത് സ്കൂളിൽ തന്നെ. ഇവൻ പിള്ളേര് ടൈം സ്പെൻഡ് ആക്കുന്നത് 8 hours സ്പെൻഡ് ആക്കുന്നത് സ്കൂളിൽ തന്നെ. അങ്കിത ഞാൻ പറയുന്നത് ബേസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടല്ലേ ബാക്കി കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ബേസ് പഠിച്ചിട്ട് പിന്നെ ബേസിൽ തന്നെ നിക്കാന് കഴിയില്ലല്ലോ. ഞമ്മ മോർ ദാൻ 20 years മോഡേൺ ഏജില്ലത്. അപ്പൊ ഞമ്മ ബേസിലില്ലല്ലോ, ബേസ് കഴിഞ്ഞിട്ടില്ലത്. ആ ബേസ് കഴിഞ്ഞിട്ടില്ലത് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടില്ലത്. ഈവൻ ഡിഗ്രി വരെ ഞമ്മ ഒരു കോമൺ വാല്യൂസ് പഠിക്കുന്നത് ഞമ്മ സ്കൂളിലാണ്. നെഗറ്റീവ്സും പഠിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വീട്ടിൽ നിന്നാകുമ്പോൾ കൂടുതൽ ഈ നെഗറ്റീവ്സിനെ തിരിച്ച് പോസിറ്റീവ്സ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. വീട്ടിൽ നിന്നാവുമ്പോൾ സ്കൂളിൽ നിന്ന് കുറെ നെഗറ്റീവ്സ് പല ടൈപ്പ് കുട്ടികളാണ് വരുന്നത്. പക്ഷെ വീട്ടിലുള്ളവരെല്ലാം ഏകദേശം ഒരേ ക്യാരക്ടറിലുള്ളവരായിരിക്കും. അപ്പം പല ടൈപ്പ് കുട്ടികളിൽ നിന്ന് കുറെ ചീത്ത കാര്യങ്ങൾ കൂടെ പഠിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അത് തിരുത്തി അങ്ങനെയല്ല, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് വീട്ടിൽ നിന്നായിരിക്കും കൂടുതലും. ശരി, നമ്മൾ പറയാറില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ അവർക്ക് ശീലമാക്കിയോ വീട്ടിൽ നിന്ന്, അതാണ് അവര് സ്കൂളിൽ പോയാലും ആ ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാവും. ഇപ്പൊ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിലും പിന്നെ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെച്ചെങ്കിലും. അപ്പൊ നമ്മുടെ മക്കൾ തന്നെ ചെറുപ്പത്തിൽ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയാറില്ലേ ആ കുട്ടിയുടെ ബോട്ടിൽ വൃത്തിയില്ല, ആ കുട്ടിയുടെ ചോറ്റുംപാത്രം വൃത്തിയില്ല, പെൻസിൽ വൃത്തിയില്ല. ടീച്ചേഴ്സിന് തന്നെ മനസ്സിലാവും കുട്ടികളുടെ പല കുട്ടികളുടെയും ബുക്സുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം അവർക്ക് എത്രത്തോളം നീറ്റ്നെസ് ഉണ്ട്, എത്രത്തോളം അവർ വീട്ടിൽ നിന്ന് കെയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ മാം, വീട് വെക്കുമ്പോ ബേസ് നന്നായാലേ വീട് ഉയർത്തിക്കൊണ്ട് പോകുമ്പോ ആ വീട് അതേപോലെ അല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യം. നമ്മൾ ബേസ് ആയിട്ടുള്ള എങ്ങനെ സ്കൂളിൽ പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ബുക്ക് സൂക്ഷിക്കണം, നമ്മൾ എങ്ങനെ പെൻസിൽ പിടിക്കണം, നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കണം, ഇതെല്ലാം ഒരു അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരിക്കലും ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്താകില്ല. അതൊരു ഷുവറാ. അതുപോലെ തന്നെ വീട്ടിൽ അവർ കാണുന്ന കാര്യങ്ങളാണ് അവർ സ്കൂളിൽ ചെന്ന് ചെയ്യുന്നത്. അതായത് വീട്ടിലിപ്പോ അച്ഛനും അമ്മയും വഴക്കിടുന്ന കാണുവാണെങ്കിൽ അവർ സ്കൂളിൽ ചെന്നിട്ട് സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളുടെ അതേ രീതിയിലായിരിക്കും പെരുമാറുന്നത്. അതേസമയം വീട്ടിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണുള്ളതെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോഴും അവർ എല്ലാവരോടും സോഫ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. എടാ വീട്ടിലിപ്പോ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളത് അത് അതേ പിള്ളേർ പോയി സ്കൂളിൽ അത് ചെയ്താൽ ടീച്ചർമാരെ കൊണ്ട് മാത്രമേ അത് തിരുത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് നമുക്കിപ്പോ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഞാനൊരു അമ്മയെ എന്റെ കൊച്ചിന് ഞാൻ എല്ലാമേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പഠിക്കണമെന്നില്ല. പക്ഷെ ടീച്ചർ ഒരു വടി വെച്ചോ ഇല്ലെങ്കിൽ അത്ര പിള്ളേരെ കാണുമ്പോഴോ സ്കൂളിൽ നിന്ന് ഒരു കൊച്ചൊന്ന് അച്ചടക്കം മെയിനായി പഠിക്കുന്നത് സ്കൂളാണ് അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കൂടുതൽ സമയം ചെലവാക്കുന്നത് സ്കൂളിലാണ്. അതേപോലെ തന്നെ വീട്ടില് അവര് വരുമ്പോ ചിലപ്പോ അപ്പനും അമ്മയും അടിയുണ്ടാക്കി അത് കണ്ട് സ്കൂളിൽ പോയി പിള്ളേരോട് ഇവർ വഴക്കുണ്ടാക്കുമ്പോൾ ടീച്ചേഴ്സ് ആണ് അത് മാറ്റി തിരുത്തി കൊടുക്കുന്നത്. അപ്പൊ സ്കൂളാണ് ഏറ്റവും കൂടുതൽ മുഖ്യത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാം, അമ്മയ്ക്കുള്ള ക്ഷമ ടീച്ചറിന് കാണുമോ? എന്റെ ഒരു ക്വസ്റ്റ്യനാണ്. അമ്മയ്ക്കുള്ള ക്ഷമയും കാണില്ലായിരിക്കും, പക്ഷെ ടീച്ചർമാര് പറഞ്ഞു കൊടുക്കണാണ് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ വന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അവർ അത്ര അനുസരിക്കണമെന്നില്ല. പക്ഷെ സ്കൂളിൽ ചേർന്ന് ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അനുസരിക്കുകയും ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ അവരെ വന്നിട്ട് നമ്മള് ഒരു പരിധി വരെ നമുക്ക് അവരെ ഇതാക്കാൻ പറ്റുള്ളൂ. നമ്മള് വന്നിട്ട് എന്താ അവിടെ പോവരുത് എന്ന് പറഞ്ഞാൽ അവര് പോവുക തന്നെ ചെയ്യും. പക്ഷെ അതേ ഒരു ടീച്ചർ അവിടെ പോവരുതെന്ന് ആ ടീച്ചർ പറയട്ടെ, ആ പിള്ളേർ അങ്ങനെ അനുസരിക്കാതെ അവിടെ പോവില്ല, അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുന്ന രീതി നമ്മളിപ്പോ ഡിസിപ്ലിനെ പറ്റിയല്ലേ പറയുന്നേ. ആ ഒരു കാര്യം നമ്മൾ ഇപ്പോ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറയുന്നില്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ഷോണിമ ഇപ്പൊ പറഞ്ഞു ഇത് സ്കൂളിൽ നിന്ന് പറഞ്ഞാല് മാത്രം അനുസരിക്കുന്നതെന്ന്. പക്ഷെ അത് ആ കുട്ടിയുടെ ഒരു ഡിസോർഡർ ആണ്. വീട്ടിൽ നിന്ന് നമ്മൾ അതൊരു പറഞ്ഞ് ശീലിപ്പിച്ച ഒരു കുട്ടി സ്കൂളിലോ പുറത്തോ പോയിട്ട് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അപ്പൊ നമ്മളൊരു കഴിവുകേടാണത്. അപ്പോ ഒരു കുട്ടീനെ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 to 3 years അല്ലെങ്കിൽ 4 years വരെ നമ്മൾ വീട്ടിൽ ഇപ്പം നിർത്തി നോക്കുന്നതാണെങ്കിൽ പോലും കുട്ടി നമ്മളിൽ നിന്ന് പലതും പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം. അപ്പോഴാണ് അത് കുട്ടി നല്ലത് പഠിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ ഇതില് ടീച്ചർമാർക്കൊന്നും ഇവിടെ ഒരു റോള് പോലും ടീച്ചർമാർക്ക് സിലബസ് പഠിപ്പിക്കാന്നല്ലാതെ കുട്ടികളെ ഒന്ന് വടിയെടുത്ത് കാണിക്കാൻ പോലുള്ള ധൈര്യം ഇന്നത്തെ ടീച്ചർമാർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എത്രയോ കേസസ് ഉണ്ട്, ലീഗലി എത്രയോ പ്രശ്നങ്ങളായിട്ടുണ്ട്.
അപ്പോ സ്കൂളിൽ നിന്ന് ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആയിരിക്കാം എന്റെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ടീച്ചർമാരെ പേടിയാണ്, റെസ്പെക്റ്റ് ആണെന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഒരു കുഞ്ഞിന്റെ അച്ചടക്കത്തിൽ വ്യത്യാസം വരാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ നമ്മളെല്ലാവരും സ്കൂളിൽ പോയതല്ലേ, നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവർ സ്കൂളിൽ പോകുമ്പോൾ എന്താ കൃത്യസമയത്ത് സ്കൂളിൽ പോകണം. അവിടെ കൂടെ അവർ ടൈം മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്, യൂണിഫോം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാ പിള്ളേരും യൂണിഫോം ഇടുന്നുണ്ട്. അവിടെ അവരൊരു എന്താ പറയുന്നത്, എല്ലാവരും ഒരു ഈക്വൽ ആണെന്നുള്ള ക്വാളിറ്റി അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അവർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മെയിൻ ആയിട്ടും കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല. അല്ലെ ഇപ്പൊ നിങ്ങൾ പറയാം അച്ഛനും അമ്മയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ അച്ഛനും വീട്ടിലെല്ലാവരും യൂണിഫോം ഇട്ടാണോ നിൽക്കുന്നത്? വീട്ടിൽ കൃത്യസമയത്ത് അങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ടൈം യൂണിഫോം ഇടുന്നതല്ല ഇതിന്റെ അർത്ഥം. ഡിസിപ്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത് യൂണിഫോം ഇടുക അല്ലെങ്കിൽ കറക്റ്റ് ടൈം അതും അച്ചടക്കത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മള് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതും നമ്മുടെ സ്വഭാവത്തിൽ വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പോവാതെ ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അവർക്ക് ഡിസിപ്ലിൻ ഇല്ലാതാണോ നിങ്ങൾക്ക് പറയുന്നത്? എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ വലിയ മക്കളുള്ള അമ്മമാരൊക്കെ ഇതിനകത്ത് കൂട്ടത്തിലുണ്ടല്ലോ. കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് നടത്തിയപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ഏത് രീതിയിലാണ് പോയത്? ഞാനും ഓൺലൈൻ ക്ലാസ് എടുത്തൊരു ടീച്ചറാണ്. എനിക്കറിയാം ഞാൻ പിള്ളേരെ പഠിപ്പിച്ച ആ സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഏത് രീതിയിലായി പോയെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വല്ലയിടത്തും പോയിട്ട് ക്ലാസ് ഇരുന്നാ ചെയ്തത്. അല്ല സ്കൂളിൽ പോയിരുന്ന കൃത്യമായിട്ട് അച്ചടക്കത്തോട് പഠിച്ച പിള്ളേരാരും ആ സമയത്തില്ല. ഉണ്ടായിരിക്കും, വിരലിലെണ്ണാവുന്ന പിള്ളേരെ കാണത്തുള്ളൂ. സ്കൂളിൽ പേടിച്ചിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ പേടിപ്പിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരിക്കലും ഈ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പോയത് ശരിയാ, നമുക്ക് നമ്മുടെ ടീച്ചർമാരെ പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ പഠിച്ച സ്കൂളുകൾ ഒരു ഘടകമായിട്ടില്ലേ? നേരത്തെ പണ്ടൊരിക്കൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കൊന്ന് ഗവൺമെന്റ് സ്കൂളും CBSE സ്കൂളും നമ്മളൊരു ഇത് പറഞ്ഞപ്പം ആര്യാണ് തോന്നുന്നു, ആര്യ പറഞ്ഞില്ലേ CBSE സ്കൂളിൽ പഠിച്ചിട്ട് മോളുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല. അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും വീട്ടിൽ നിന്ന് മാത്രമാണ് ഒരു കൊച്ചിന്റെ അച്ചടക്കം രൂപീകരിക്കുന്നത്? സ്കൂളിൽ പോകുന്നത് നമ്മൾ ഉറപ്പായിട്ടൊരു ഘടകമുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്, അല്ലാതെ അച്ഛനും അമ്മയും മാത്രമല്ല. നമ്മൾ പോകുന്ന സാറുമാരും നമ്മുടെ സ്വഭാവത്തിൽ അതുപോലെ ഒരു ഇത് വരുത്തുന്നുണ്ടല്ലോ. അത് അച്ഛനും അമ്മയും മാത്രം 3 വയസ്സ് വരെ വളർത്തുന്നതാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആജീവനാന്ത കാലമുള്ള സ്വഭാവം അച്ചടക്കം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. ടീച്ചർമാർക്ക് അതിനകത്ത് അതുപോലെ തന്നെ ഇതുണ്ട്, അതുപോലെ തന്നെ. അതിപ്പോ എത്ര രണ്ടാളും ഈക്വൽ ആണ്. പക്ഷെ ഒരാള് മാത്രം നമ്മൾ പറയാൻ പറ്റില്ല. ടീച്ചർമാർ മാത്രമാണ് അതില് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. 50% പേരൻസിന് നമുക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. 3 വയസ്സ് വരെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ LKG, UKG, അങ്ങനെ 1-ാം ക്ലാസ് ഫുൾ ടൈം അവര് ടീച്ചേഴ്സാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ കണ്ടില്ലേ, വലിയ പിള്ളേരുകളാകുമ്പോൾ ഡ്രഗ്സ് അഡിക്റ്റ് അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ അതെല്ലാം അവര് ടീച്ചേഴ്സ് ഒരുപാട് മാനേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അവരുടെ സ്വഭാവത്തിലും അവരുടെയൊക്കെ നമ്മൾ തന്നെ പറയില്ല, നമ്മളുടെ ഒരു സമയത്ത് നമ്മൾ പറയും നമ്മളുടെ ഒരു റോൾ മോഡലാണ് ടീച്ചർ എന്ന് പറയും. അപ്പൊ അതൊരു ടീച്ചറിന്റെ കഴിവാണ് ആ ഒരു കുട്ടിയെ ആ ഒരു നിലയിൽ നല്ലൊരു ലൈഫിന്റെ ഒരു പാർട്ടാക്കുന്നു. പിന്നീട് ഒരു സമയത്ത് ആ ടീച്ചറെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റും ഇത് എന്റെ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷവും നമ്മളുടെ ആ കുട്ടികൾക്ക് അവർ നല്ലൊരു ബിഹേവിയർ ആക്കി നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നത് മെയിൻ പാർട്ട് ടീച്ചർക്കുണ്ട്. ഓക്കെ, എന്താണെന്നറിയോ, നമ്മള് റോൾ മോഡൽ, കുട്ടികളുടെ റോൾ മോഡൽ ടീച്ചർ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പാരന്റ് അതിന് ശ്രമിക്കാഞ്ഞിട്ട്. പാരന്റ്സിന് തിരക്കാണ്. അപ്പൊ ഞാനിപ്പോഴും ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറാണ്. പക്ഷെ ആ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒക്കെ എന്റെ അടുത്താണ്. അത് രണ്ട് കുട്ടികളുടെയും പാരന്റ്സ് ജോലിക്കാരാണ്. അവർക്ക് രണ്ടുപേർക്കും കുട്ടികളുടെ സംസാരിക്കാൻ ടൈമില്ല, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ടൈമില്ല. അതില് ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടിക്ക് അവൻ ജലദോഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ മൂക്ക് കളയും, അവിടെ ഇരുന്ന് തന്നെ പെൻസിലെല്ലാം വായിലിടും. പക്ഷെ അതൊന്നും പേരൻസ് ശ്രദ്ധിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഒരു പാരന്റ് എത്രത്തോളം ഒരു കുട്ടിനെ കെയർ ചെയ്യുന്നോ, അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോ, അതിനനുസരിച്ചായിരിക്കും അവന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും അവന്റെ പെരുമാറ്റ രീതികളും ബാക്കിയെല്ലാം. എന്റെ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ റൂമിൽ ഇതുപോലെ പല ഡിഫറെന്റ് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ അവള് പറയണം, ചില കുട്ടികൾ തീരെ ടൈമിൽ കുളിക്കൂല, തിരുമ്പൂല, നനക്കൂല. പിന്നെ ഭക്ഷണം കഴിക്കാണെങ്കിലും ചായ കുടിച്ചാണെങ്കിലും ക്ലാസ് അവിടെ വെക്കും, അത് ഉറുമ്പ് വന്നിരിക്കും. എന്തെങ്കിലും പാക്കറ്റ് ഫുഡ് കഴിക്കുകയാണെന്നുവെച്ചെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ബാക്കി അത് അവിടെ വെക്കും. അതൊക്കെ നമ്മൾ എത്രത്തോളം വീട്ടിൽ നിന്ന് കെയർ ചെയ്തിട്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നോ അത്രത്തോളമാണ് മറ്റുള്ള സ്ഥലത്ത് പോയാലും. ഇപ്പൊ സ്കൂളായിക്കോട്ടെ, ഹോസ്റ്റലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. പിന്നെ പറഞ്ഞത് എന്താ, മയക്കുമരുന്ന്, ലഹരി അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അതും നമ്മൾ പേരൻസിന്റെ ഒരു പരിധി വരെയാണ് ടീച്ചേഴ്സിന്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു +2 വരെ അല്ലെങ്കിൽ ഒരു 10th വരെയാണ്
ടീച്ചേഴ്സിനെ അവരെ എന്താണ് അങ്ങനെ പേടിപ്പിച്ച് നിർത്താനും ഇതാക്കാനും ഇപ്പത്തെ ജനറേഷനിൽ അതും പറ്റില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെറുപ്പം മുതലേ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലുതാണെച്ചെങ്കിലും ആ കുട്ടി എല്ലാ കാര്യങ്ങളും ഒരു പേരൻസിന്റെ അടുത്ത് നിന്ന് പറയും. അതിനനുസരിച്ചാണ് ആ കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതും. അത് വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതന്നെ പറഞ്ഞത്. ഇപ്പൊ വീട്ടില് ടൈം കിട്ടാത്ത അമ്മമാരെ കുഞ്ഞുങ്ങൾക്ക് ഡിസിപ്ലിൻ വരുന്നത് സ്കൂളിൽ തന്നെ. എന്തിനു പറഞ്ഞാലും ഇപ്പൊ പാത്രം വടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ പറയും, ശരി നിന്റെ വീട്ടില് അമ്മനോ അച്ഛനോ ടൈമില്ല, അപ്പൊ കുഞ്ഞോ ഇങ്ങനെ പാത്രം വടിക്ക, ഇതിനെ നീറ്റായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാം, നിന്റെ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ നോട്ട് ബുക്ക് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഇത് വീട്ടിലില്ലാത്ത അമ്മ അച്ഛന്മാർക്ക് ടീച്ചറാ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. LKG മുതലാ പറയാം. ഞാനിപ്പോ എന്റെ കുഞ്ഞിന്റെ എക്സാമ്പിളെ പറയാം. എന്റെ മോള് വീട്ടിൽ വന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ നോട്ട് ബുക്ക് ആവട്ടെ എഴുതൂല. ഒരു ടീച്ചറിന്റെ പേര് പറഞ്ഞാലും നീട്ടിലിരുന്നിട്ട് എഴുതും. അതേ അച്ഛനെ പേടിപ്പിച്ചാലോ കുറിക്കാനോ പേടിപ്പിച്ചാലോ അവള് എഴുതൂല. ഈ ഡിസിപ്ലിൻ വരുന്നത് അപ്പൊ സ്കൂളിന്റെ പേടി എന്ന് പറയുന്നതല്ല, അതൊരു എന്തെന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളെ ഒരു നേരെ രീതിയിൽ കൊണ്ടുവരാനില്ല ഒരു ഇതെന്ന് പറയാം. എന്തെന്ന് പറയാം, ഒരു ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയോണ്ടില്ല മലയാളത്തിൽ അപ്പൊ പറഞ്ഞോട്. അപ്പൊ അവര് പഠിക്കുന്ന ആദ്യത്തെ ഡിസിപ്ലിൻ ആവട്ടെ, നീറ്റ്നെസ് അവർ പഠിക്കുന്നത് സ്കൂളിൽ തന്നെ. വീട്ടിൽ നീറ്റ്നെസ് പഠിപ്പിക്കില്ല. എന്തിനു പറഞ്ഞ ഓ കുഞ്ഞല്ലേ അത് അങ്ങനെ ഉണ്ടാവും, അത് കാണാൻ എന്ത് രസമാണ്. പേരൻസ് എത്രത്തോളം കുട്ടികളെ കെയർ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ഒരു കുട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത് എന്ന്. അതാണ് ചില പേരൻസ് ശ്രദ്ധിക്കാൻ ടൈമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും പിള്ളേർ അത് കേൾക്കാൻ വന്നാലും ഇപ്പൊ എന്റെ കൊച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാ. ഞാൻ വടിയെടുത്ത് വെച്ചാലും ശരി, നമ്മൾ സ്നേഹിച്ച് പറഞ്ഞു നോക്കിയാലും ശരി, എന്ത് ചെയ്താലും അവള് കഴിക്കില്ല. വീട്ടിൽ ഒരു സാധനം കഴിക്കത്തില്ല. പക്ഷെ അത് ഇപ്പൊ അംഗനവാടിയെ പൊക്കോണ്ടിരിക്കുന്നത്. അംഗനവാടിയിൽ ആ ടീച്ചറിനെ പേടിച്ച് ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് അവര് കഴിക്കുന്നത് കാണുമ്പോ അവളും അത് കഴിക്കും. ഇപ്പൊ ഞാൻ തന്നെ ഒന്നും കഴിക്കില്ലായിരുന്നു കുഞ്ഞിലെ, പാല് മാത്രമേ കുടിച്ചോണ്ടിരുന്നുള്ളൂ. എന്റെ അമ്മ ആ കുഞ്ഞിലെ എന്നെ കൊണ്ട് ബാലവാടി വിട്ടു. ആ ബാലവാടിയിൽ പിള്ളേര് എന്റെ അടുത്തിരിക്കുന്ന പിള്ളേരെല്ലാം കഞ്ഞി എടുത്ത് ഇങ്ങനെ ചുറ്റിച്ചിങ്ങനെ ഊതി കുടിക്കുന്ന കണ്ടപ്പോ ഞാനും അത് അങ്ങനെ കുടിക്കാൻ തുടങ്ങി. അപ്പം നമ്മള് വീട്ടിൽ നിന്ന് മാത്രമല്ല ഒരു കാര്യം പഠിക്കുന്നത്, നമ്മളത് സ്കൂളിൽ നിന്നുമാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ പിള്ളേര് വന്ന് ഇൻഡിപെൻഡന്റ് ആകുന്നത് സ്കൂളിൽ നിന്നാണ്. നമ്മൾ എവിടെ പോയാലും ഇപ്പൊ ഒരു 4 ചുവരിനുള്ളിലാണ് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ ഇട്ട് നമ്മൾ അത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. നമ്മുടെ കണ്ണ് എപ്പോഴും ആ പിള്ളേരുടെ പുറത്ത് തന്നെ അങ്ങനെ ഉണ്ടാകും. പിന്നെ എവിടെ പോയാലും നമ്മുടെ കൈക്കുള്ളിലായിരിക്കും അവര്. പക്ഷെ സ്കൂളിൽ പോയി അവർ അങ്ങനെയല്ല. 4 ഫ്രണ്ട്സുമായിട്ട് മിണ്ടി അവരുടെ സ്വഭാവം ഇവര് മനസ്സിലാക്കി, ഇവരുടെ സ്വഭാവം അവര് മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും സംസാരിച്ചും അവരുടെ ഓരോരോ പ്രവർത്തികൾ കണ്ട് പഠിച്ചും ഇവരുടെ പ്രവർത്തികൾ അവർ കണ്ടുപിടിച്ച് അവരുടെ കുറെ ഇവരിൽ തന്നെ നിറയെ മാറ്റങ്ങളും വരും. നല്ല മാറ്റങ്ങളും വരും, ചിലപ്പോ ചീത്ത മാറ്റങ്ങളും വരും. അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തില് ഏറ്റവും വലുത് തന്നെ സ്കൂളാ. ഇപ്പൊ സ്കൂളിൽ പോകാത്ത എത്രയോ പിള്ളേര് ഇവിടെ തെണ്ടിക്കൊണ്ട് നടക്കുന്നുണ്ടെന്നറിയാവോ? അപ്പൊ ഏറ്റവും ഒരു കുട്ടിയുടെ ഏറ്റവും മുഖ്യമായ ഒരു സ്റ്റേജ് ആണ് സ്കൂൾ ലൈഫ്. അപ്പൊ സ്കൂൾ ലൈഫ് ഇല്ലാതെ ഒരു ഇതും നമുക്ക് പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പൊ അമ്മയ്ക്കും ജോലി വേണം, അച്ഛനും ജോലി വേണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ജോലി കിട്ടാനുള്ള കാരണം എന്താ? ഈ സ്കൂൾ ലൈഫാണ്. സ്കൂൾ ലൈഫ് മാത്രമാണ് ഒരു കൊച്ചിന് ആവശ്യമാണ്. നമ്മുടെ അമ്മ പഠിപ്പിക്കുന്നതും അച്ഛൻ പഠിപ്പിക്കുന്നതും എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും മുഖ്യം സ്കൂള് തന്നെയാ എന്നെ അപേക്ഷിച്ച്. മാത്രം ഒരു കുട്ടി നല്ല രീതിയിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭയം കൊണ്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ടീച്ചറെ അടി കിട്ടും, ചീത്ത കിട്ടും, പനിഷ്മെന്റ് കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മള് പേടിച്ചിട്ട് പഠിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മുടെ ലൈഫിലുള്ളത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യവും എവിടെയും സക്സസ് ആവില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കിട്ടിയ ആ കുട്ടി അവിടെ കളിക്കേണ്ട എല്ലാ കളിയും കളിക്കും. ഞാൻ എനിക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ട് പറയുന്നതാ. അതെ, പിന്നെ വീട്ടിലായാലും സ്കൂളിലായാലും പേടിപ്പിച്ചിട്ട് ഒരു കുട്ടിയെയും ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പറ്റില്ല. അതിനെ കൊണ്ട് സ്കൂളിൽ പണ്ടത്തെ പോലെ പണിഷ്മെന്റ് ഇല്ല, കാര്യങ്ങളില്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എങ്ങനെയാ സ്കൂളിൽ പേടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നേ?
സ്കൂളിൽ എങ്ങനെയാ പേടിപ്പിക്കുന്നത്? അപ്പം ടീച്ചർമാര് എല്ലാവരെയും സ്നേഹിച്ചല്ലേ അപ്പൊ കാര്യങ്ങൾ പറയാറ്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു സ്കൂളിൽ പണ്ടത്തെ പോലെ പണിഷ്മെന്റ് ഇല്ല, അടിയില്ല എന്നൊക്കെ. പണിഷ്മെന്റ് ഇല്ല എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് എന്റെ ചെയ്യാൻ മോന്റെ സ്കൂളിൽ പോയാൽ അത് punishment നടക്കത്തില്ല. ലീഗലി അത് ഭയങ്കര പ്രശ്നം. ഇപ്പൊ നിങ്ങളായാൽ പോലും നിങ്ങളെ കുട്ടിയെ ഒരാൾ അടിച്ചോ ചെയ്തോ, നിങ്ങൾ പോയിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യും, പറയും. അത് അങ്ങനെയാണ് നല്ല ആണ്, പാരന്റ്സ് പക്ഷേ ചെയ്യുക. അവരുടെ ഭാഗത്ത് അതെ തെറ്റുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അല്ലെങ്കിൽ കുട്ടികളെ ഭാഗത്തുള്ള അല്ലാതെ ഞാൻ തെറ്റാണെങ്കിൽ പറഞ്ഞില്ല. പാരന്റ്സ് തന്നെ അത് മാറ്റണം. കംപ്ലൈന്റ് അതെ, പറയുന്ന ഇപ്പൊ എന്റെ മോൻ പേരൻസ് എന്തെങ്കിലും തന്നെ സ്കൂളിൽ വെച്ച് മോശമെന്നാണ് തെറ്റിയാൽ പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ ചോദിക്കും സ്കൂളില്. അല്ല, പേരൻസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്നതിലും ചില ക്വാളിറ്റീസ് നമുക്ക് സ്കൂളിൽ നിന്നേ കിട്ടത്തുള്ളൂ. നല്ലൊരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നേരത്തെ ഉണ്ണിമേരി പറഞ്ഞതുപോലെ കഴിക്കുന്നില്ല. അപ്പൊ വീട്ടില് വീട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടില് ചിലപ്പം നിങ്ങൾ എന്താണ് ചോദിക്കും, എന്തുകൊണ്ട് ഇപ്പൊ അച്ഛനും അമ്മയും നല്ലപോലെ കെയർ ചെയ്തില്ല, അതുകൊണ്ട് കെയർ ചെയ്താൽ കിട്ടും എന്ന്. ഒരുപക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർ സ്കൂളിൽ പോയി ടീച്ചർ മോനെ അങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്ന പഠിക്കുന്ന ചില ഉണ്ണിമേരി നേരത്തെ പറഞ്ഞ കറക്റ്റ്. എന്റെ മോനും വീട്ടില് ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാ. പക്ഷെ സ്കൂളിൽ പോയി എല്ലാ കുഞ്ഞുങ്ങളുടെയും കൂടി ഇരുന്ന് ടീച്ചർ പറഞ്ഞു, മോനെ അവിടെ അവൻ KG-യിലാണ് പഠിക്കുന്നത്, അവിടെ ഇതുപോലെ പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളുടെയും കൂടി ഇരുത്തി ചെയ്യിപ്പിക്കുമ്പോൾ അവനത് ചെയ്യുന്നുണ്ട്. അപ്പൊ വീട്ടിൽ അതിപ്പോ ഞാനൊരു മോശം അമ്മ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ടോ അല്ല. ചില ക്വാളിറ്റീസ്, ചില ഡിസിപ്ലിൻസ് അത് അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടത്തുള്ളൂ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നേരത്തെ. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ടീച്ചേഴ്സിന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. വീട്ടിൽ വരുമ്പോൾ അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡ്രഗ്സിന്റെ യൂസേജ് അത് വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 30-35 കുട്ടികളോളം ഉണ്ടാവും. അപ്പൊ എല്ലാ കുട്ടികളുടെയും സ്വഭാവങ്ങളെല്ലാം ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ വീട്ടിലാവുമ്പോൾ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ സ്വഭാവത്തെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ വീട്ടിലുള്ളവർക്ക് പറ്റും. അതുപോലെ തന്നെ അങ്ങനെ അവരുടെ പറയില്ലേ, ഒരു നല്ല ടീച്ചറിന്, ഒരു നല്ല ക്ലാസ് ടീച്ചറിന് ആ ക്ലാസ്സിൽ ഇനി 50 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും 50 കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റണം. അതാണ് ആ ടീച്ചറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറച്ചുപേരെ ശ്രദ്ധിക്കുക, കുറച്ചുപേരെ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ വീട്ടിൽ വരുന്നത് ആയിരിക്കും അവർ ചെയ്യുന്നത്. സ്കൂളിൽ എല്ലാവർക്കും അതേപോലെ അതേപോലത്തെ ടീച്ചറിന് കിട്ടണം അപ്പൊ അത് എന്നില്ലല്ലോ. തിരുത്താൻ പക്ഷെ പറ്റണത് പാരന്റ്സിന് വീട്ടിൽ കിട്ടാം. വരുന്നതായിരിക്കും. ഇല്ല, ഞാൻ നല്ല രീതിയിലാണോ ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. ജോലി ഉണ്ടെന്നും പറഞ്ഞ് പലവരും കുട്ടികളെ ശ്രദ്ധിക്കാറുകൂടിയില്ല. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ്. നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ എത്ര കുട്ടികളെ വേണമെങ്കിലും ടീച്ചേഴ്സിന് നല്ല രീതിയിൽ നോക്കാൻ പറ്റും. അങ്ങനെ ഒരു കുട്ടികളെ നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞത്. പക്ഷെ എല്ലാവരും ആവണമെന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ കുഞ്ഞിന് ബെസ്റ്റ് സ്കൂള് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? നമ്മൾ ആരെങ്കിലും മോശം ടീച്ചറും മോശം സ്കൂളുള്ള സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുവോ? ചേർക്കത്തില്ലല്ലോ. നമ്മൾ നല്ല സ്കൂളുകളിലും നല്ല ടീച്ചർ, നല്ല കെയർ ചെയ്യുന്നിടത്തെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് ആരെയും ചൂഴ്ന്നു കൊണ്ടുവരുന്നത്. നോക്കാൻ പറ്റില്ലല്ലോ. ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങി അതിന്റെ ഒരു പെർഫോമൻസ് കണ്ടാൽ മാത്രമല്ലേ നമുക്ക് നല്ല ടീച്ചറാണോ മോശം ടീച്ചറാണോ എന്ന് അതെ, പറയാൻ പറ്റത്തുള്ളൂ. പെർഫോമൻസ് കണ്ട് നമുക്ക് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ അവിടെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുവോ? അത് എല്ലാ ക്ലാസ്സിലും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. ഒരു ടീച്ചർ നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട്, എല്ലാവരും അമ്മമാരാണല്ലോ ഈ കൂട്ടത്തില്, നമ്മൾ ഒരു ആദ്യം കണ്ടൊരു സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ചേർക്കുവാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ആ സ്കൂളിൽ ചേർക്കുന്നത്? നമ്മൾ ടീച്ചറിനോട് പോയി ആദ്യമേ സംസാരിച്ചിട്ട്, പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മളൊരു മോശപ്പെട്ട ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ചേർക്കുവോ? ഇപ്പൊ 2.5 വയസ്സ് മുതൽ നമ്മളിപ്പോ പ്ലേ സ്കൂൾ മുതൽ കുട്ടികളെ വിടുകയാണെങ്കിൽ 2.5 വയസ്സ് മുതൽ ഒരു 4 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് ആ പീരീഡില് പിള്ളേർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത് ആ ക്ലാസ് സ്കൂൾ തന്നെയായിരിക്കും. ആ മോണ്ടിസോറി ടീച്ചർ തന്നെയായിരിക്കും അവരെ കൂടുതൽ മറ്റു കാര്യങ്ങളിലും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ട് വന്നാലും അത് ആ പഠിച്ചത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ആ പിള്ളേർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ എന്തായാലും സ്കൂൾ തന്നെയായിരിക്കും ചെറിയ ഏജിൽ പിള്ളേരെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ അമ്മയാണ് കഴിക്കാൻ പഠിപ്പിച്ചതെന്ന് പറയുന്നത് കേൾക്കാനാണോ ഒരമ്മയ്ക്ക് ഇഷ്ടം? എന്റെ ടീച്ചർ പഠിപ്പിച്ചതാണ് പറയുന്നതെന്ന് കേൾക്കാനാണോ ഇഷ്ടം? ഏതായിരിക്കും ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ കഴിക്കാൻ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നല്ല അമ്മ ഒരിക്കലും ആവില്ല. 100% ആവത്തില്ല. ഇപ്പൊ നാളെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞ് കഴിക്കാതിരിക്കാൻ ആവും. ഇപ്പൊ വീട്ടില് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു അമ്മ ഒരു കൊച്ചിനെ വീട്ടില് ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ നല്ല അമ്മയാവാതിരിക്കുമോ? 100% ഇല്ല. പക്ഷേ സ്കൂളിൽ പോയി ഒരുപക്ഷെ അവന് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അവൻ അറിയാത്തതായിരിക്കും. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങൾ അവനുണ്ടാവാം. അന്ന് പറഞ്ഞ ഒരാൾ നല്ല അമ്മ ആവാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ചില ക്വാളിറ്റികൾ ഉണ്ട് എന്നാ പറഞ്ഞത്.
അമ്മയാണോ അഴുക്ക അമ്മയാണോ എന്നല്ല ഉദ്ദേശിച്ചത്. കേൾക്കാൻ ഏതാണ് ഒരു അമ്മയെന്ന് ഉള്ള ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ കേൾക്കാൻ ഒരു സന്തോഷം തോന്നുന്നത് എന്റെ അമ്മയാണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ എന്റെ മോൻ തനിയെ ഫുഡ് കഴിക്കും ടീച്ചറെ എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലേ? അത്രയും പെണ്ണു ഫുള്ള് അമ്മയുടേതല്ല, ടീച്ചറിന്റെ അല്ല. ഇപ്പൊ നല്ലൊരു ടീച്ചറിനെ ഇപ്പൊ പലരും പറഞ്ഞതുപോലെ നല്ലൊരു ടീച്ചറിനെ എപ്പോഴും നമുക്ക് ഒരു 2 മന്ത് കഴിയുമ്പോൾ ആ ടീച്ചർ പറഞ്ഞു ആ ടീച്ചറിന് പറ്റാതെയാവും. പക്ഷെ ഒരിക്കലും ആ ഒരു മടുപ്പ് ഒരു അമ്മയ്ക്ക് വരണമെന്നില്ല. നമ്മൾ പിന്നും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും മക്കളെ നല്ല രീതിയിലാകാൻ വേണ്ടി, നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, നല്ല രീതിയിലാക്കാൻ വേണ്ടി അമ്മ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ഒരിക്കലും മക്കൾ ഒരു ബുദ്ധിമുട്ടാവുകയോ നമ്മൾ അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോവുകയോ ഒന്നും ചെയ്യില്ല. ടീച്ചേഴ്സ് മാറും, സ്കൂള് മാറും, സ്റ്റേജുകൾ പലതും മാറിപ്പോകും, പക്ഷെ അമ്മ ഒരിക്കലും മാറില്ല. അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. ഇപ്പൊ പറയില്ലേ 18 വയസ്സായാലും 25 വയസ്സായാലും അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞു തന്നെയാണെന്ന് പറയില്ലേ? അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് ഒരു ചേഞ്ച് അവിടെ വരുന്നില്ല. പക്ഷെ ടീച്ചേഴ്സ് ചേഞ്ച് ആയി പോകും. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കിട്ടുന്ന ടീച്ചറിന്റെ അതേ സ്വഭാവമായിരിക്കില്ല സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നത്. അപ്പോഴും എപ്പോഴും ടീച്ചർ എന്നൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യും. നല്ല ടീച്ചർ അതിനെക്കാട്ടി നല്ല അമ്മ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ അതേ സ്വഭാവമായിരിക്കുമോ കുഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോ? അവനും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ടീച്ചർ ആയിരിക്കോ അമ്മയായിരിക്കോ? ആ കുഞ്ഞിന്റെ ചേഞ്ച് അമ്മ മനസ്സിലാക്കുന്നതിന് ഫസ്റ്റ് അമ്മയായിരിക്കും മനസ്സിലാക്കുന്നത്, അത് കഴിഞ്ഞേ ടീച്ചർ മനസ്സിലാക്കും. അപ്പൊ സ്കൂളിൽ വിടണ്ടേ? എല്ലാം അമ്മ തന്നെ പഠിപ്പിച്ചാൽ മതിയല്ലോ. എല്ലാ കാര്യങ്ങളും അമ്മ. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റി ഇല്ലേ? സ്കൂളിൽ മാത്രം ആര്യ അപ്പൊ ഒരു ദിവസവും നിമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് ആദ്യമായിട്ട് വയ്ക്കാൻ പഠിച്ചു. സെപ്പറേറ്റ് ആയിട്ട് അവനായിട്ട് വയ്ക്കാൻ പഠിച്ചു, ഇല്ല അവനായിട്ട് എഴുതാന് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒരിക്കലും നമുക്ക് ഫീൽ ആയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ നമ്മളെ ലൈഫിൽ A to Z ഇല്ല അമ്മമാരിൽ ഇത് ഫീൽ ഉണ്ടാവും. ആദ്യമായിട്ട് അവനായിട്ട് കഴിക്കാൻ തുടങ്ങി, അവനായിട്ട് എഴുതാൻ തുടങ്ങി. ഞങ്ങൾ ഫോഴ്സ് ചെയ്യണമെന്നുണ്ടായിട്ടാ. അവൻ അവിടെ പോയിട്ട് ആ സ്കൂളിൽ അവൻ പഠിച്ചു. ഈ സ്കൂളിൽ പോയിട്ട് അവൻ ഈ ഫ്രണ്ടിനെ ഒന്നിച്ചിട്ട് ഇത് പഠിച്ചു. ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ഇങ്ങനെ ഇമ്പ്രൂവ് ആയ. എന്റെ മോന് ഒരാളായിട്ടേ ഉണ്ടായി. അവൻ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് മിങ്കൽ അവന് തുടങ്ങി. പിന്നെ എന്റെ വീട്ടിലുണ്ടാകുമ്പോ കുഞ്ഞി ഞാനായി, അച്ഛനായി, അമ്മയായി, ഇത് ഇത്ര തന്നെ പ്രപഞ്ചം ഉണ്ടായി. ഇപ്പൊ സ്കൂൾക്ക് പോയിട്ട് നമുക്ക് അവന് വേറെ ഒരു രീതി ഉണ്ട് എന്ന് അവന് മനസ്സിലായി. ഇത് ഒരിക്കലും നമുക്ക് തോന്നിട്ട് ആര്യക്ക്? എനിക്ക് കുറച്ചൊന്നും ക്ലിയർ ആയില്ല പറഞ്ഞത്. ആദ്യം പറയാം. ഇപ്പൊ ഒരു കുഞ്ഞ് സിംഗിൾ പേരന്റ് ആയിട്ടില്ല, സിംഗിൾ കുഞ്ഞ് മീൻസ് ഒരു കുട്ടിയില്ലേ വീട്ടില്, ആ കുഞ്ഞ് അനുഭവിച്ചത് മീൻസ് അവന് ഒറ്റക്കേ ഇല്ലു. അപ്പൊ അച്ഛൻ അമ്മ എത്ര ഫീലിങ്സ് കൊടുത്താലോ അവന് പുറമെ സ്കൂളിൽ കിട്ടുന്നത് അവന് വീട്ടില് കിട്ടൂല. ഇപ്പൊ പറയൂലോ മമ്മി എനിക്ക് സ്കൂളിൽ ഇഷ്ടപ്പെട്ടു മമ്മി, എല്ലാരും ഒന്നിച്ചിട്ട് കൂടിയിട്ട് ഇരുമ്പോക്ക് എനക്ക് ഒരു സന്തോഷമായി മമ്മി, ഹാപ്പി ആയി മമ്മി. ഇല്ലെങ്കിൽ മമ്മി ഞാൻ ആദ്യമായിട്ട് ഒരു അക്ഷരം ഏതാനും പഠിച്ചു മമ്മി. നിങ്ങൾ കാല് ജസ്റ്റ് ABCD പഠിപ്പിച്ചു. സ്കൂളിൽ അതിന് മോൾക്ക് ഞാൻ പഠിച്ചു. ഇത് ഒന്നും എക്സ്പീരിയൻസ് ആയിട്ടേ. അപ്പൊ മാം നമ്മള് 2 വയസ്സൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പൊ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മള് മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കൂല എങ്ങനെയാണ് കഴിക്കാനുള്ളതെന്ന്? ഇതുവരെ കഴിച്ചിട്ടുണ്ടാവോ? ഞമ്മ എന്തായാലും വായിക്ക് കൊടുക്കും. കുഞ്ഞോതാ കാക്ക വന്നു, കുഞ്ഞോതാ കുറുക്ക വന്നു, കഴിക്ക് വന്നിട്ടുണ്ടാവും. അത് സ്കൂളിൽ പോയപ്പോ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ തന്നെ കഴിക്കും, അവർ തന്നെ ഹാൻഡ് വാഷ് ചെയ്യും, അവരെന്നെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ അവരെന്നെ ചെയ്യുന്നത് സ്കൂളിൽ തന്നെ, വീട്ടിലല്ല. ഒന്ന് ചോദിക്കട്ടെ, എന്താന്നറിയോ, നമ്മള് എത്ര സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വീട്ടിൽ വന്ന ആ കുട്ടി നേരെ തിരിച്ചത്, അല്ലെങ്കിൽ പേരൻസ് തമ്മിൽ അടിയുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന വൃത്തിയില്ല, നീറ്റ്നെസ് ഇല്ല, ഡ്രസ്സുകൾ ഒരു ഭാഗത്ത്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു നനഞ്ഞ തോർത്ത് അവിടെ ഇടരുത്, നനഞ്ഞ തോർത്ത് അയലിൽ ഇടണം, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സൊക്കെ നീ നീറ്റായിട്ട് മടക്കി വെക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഓരോ കുട്ടികളും വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്നത്. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലത്തെ ടീച്ചർ ഇതേ സെയിം മെത്തേഡിൽ അവനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കോളുന്നില്ല. പക്ഷെ ഒരു അമ്മ എന്ന് പറയുന്നത് എത്ര ഈജ് വന്നാലും അവന്റേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതിനെ പോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അത് കണ്ടിട്ട് അവൻ പഠിച്ചു തരണം. പക്ഷെ അതിനർത്ഥം സ്കൂളിൽ പോയിട്ട് അവൻ ഒന്നും പഠിക്കണില്ല, അവന്റെ ക്യാരക്ടറിൽ ഒരു കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്നില്ല എന്നല്ല. പക്ഷെ വീട്ടിൽ നിന്നാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അവൻ നടത്തി നല്ലൊരു സമൂഹത്തിന് നല്ലൊരു ആളായിട്ട് മാറുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ.
വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ പോയി അവർ പ്രാവർത്തികമാക്കുന്നു എന്നേ ഉള്ളൂ. അത് പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ മറ്റേ ഇപ്പൊ പറഞ്ഞവര് പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാ പിള്ളേര് ചെയ്യുന്നതെന്ന്. അത് കറക്റ്റ് ആണോ? നമ്മൾ ചെയ്യുന്നത് കണ്ട് പിള്ളേർ ചെയ്യുവോ? അതെന്തെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പക്ഷെ അതേ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് മറ്റു പിള്ളേർ അവരുടെ ഏജിലുള്ള പിള്ളേർ ചെയ്യുന്നത് കണ്ടല്ലേ ഇവര് വീട്ടിൽ വന്ന് ചെയ്യുന്നേ. അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇപ്പൊ നമ്മൾ തുണി അലക്കുവോ? കുഞ്ഞ് വന്ന് നമ്മളോട് ചേർന്ന് തുണി അലക്കുന്നുണ്ടോ? കൊണ്ടുവെക്കുന്നത് കണ്ടിട്ട് മോനെടുത്ത് ക്ലാസ് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഞാനും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഗ്ലാസ്സോ ടീസ്പൂൺ എന്തെങ്കിലും കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ അതെടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അത് നമ്മൾ ടീച്ചർമാരെടുത്ത് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണോ? വീട്ടിൽ നമ്മൾ എത്രത്തോളം ഓർഡർ ആയിട്ടാണോ കുട്ടീനെ വളർത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോലെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സ്കൂളിൽ നടക്കുന്നത്. അത് കുട്ടികൾ ചിലപ്പോൾ നല്ല സ്വഭാവങ്ങൾ പഠിക്കാൻ മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് പല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. പിന്നെ അതുപോലെ ചീത്ത സ്വഭാവങ്ങളും അവിടുന്ന് പഠിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും കുട്ടി പഠിച്ചു വരേണ്ടത് നല്ല സ്വഭാവങ്ങളാണ്. വീട്ടിൽ നിന്ന് കുറച്ച് മോശമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് പേരൻസ് അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ച് അവന്റെ സ്വഭാവം റെഡിയാവും ചെയ്യും. ഒരു മിനിറ്റ് ഈ മറുപടി ഞാൻ തരാം. ഇപ്പൊ ഒരു വീട്ടില് അച്ഛന് അമ്മന് ബാഡ് ഹാബിറ്റ് ഉണ്ടായ മീൻസ് ബാഡ് ഹാബിറ്റ് ഇല്ലേ അച്ഛൻ അമ്മേന്റെ നടക്ക ഇല്ലേ കുഞ്ഞിന നേരെ വരത്തെ ടീച്ചേഴ്സ് എത്ര ആളുണ്ട്. മീൻസ് ഡിസിപ്ലിൻക്ക് കൊണ്ടുവന്നത് എത്ര നമ്മ ന്യൂസ് ഏതിലും നമുക്ക് കണ്ടിട്ടുണ്ട്. ഈവൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഈ ബാഡ് ഹാബിറ്റ്സ് വരുന്നത് വീട്ടിൽ നിന്ന്. അതിനെ നേരെ കൊണ്ടുവരുന്നത് ടീച്ചേഴ്സ്. ഈവൻ സ്കൂളിൽ എന്തിനു പറഞ്ഞെങ്കിൽ 3 years പിന്നെ കുഞ്ഞുങ്ങള് 8 ടൈം സ്പെൻഡ് ആക്കുന്നത് സ്കൂളിൽ 8 hours. നമുക്ക് ഇവിടെ കിട്ടുന്ന 3 to 4 hours അത്രേ കുഞ്ഞുങ്ങൾ നമ്മളെ കൈമ കിട്ടുന്നു. പിന്നെ ഇപ്പത്തെ റൂൾസിന്റെ വൈസിൽ കുറെ സ്കൂളിൽ 2:30 സ്കൂൾക്ക് വിടും. അതിന് കുറെ സ്കൂളിൽ 4 o'clock വരെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ തന്നെ ഇതാക്കും, ടൈം സ്പെൻഡ് ആക്കും. അങ്ങനെ ആയതുകൊണ്ട് എത്രയോ ടീച്ചേഴ്സ്മാർ ഞങ്ങൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പേര് ഹെലൻ കെല്ലർ അവരെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടും എടുക്കാം. അപ്പൊ ഞമ്മ ഇപ്പൊ അതിൽ കാണിക്കുന്നത് ടീച്ചർ ഹെലൻ കെല്ലറിന്റെ ബേസ്മെന്റ് അതിലില്ലേ ഹെലൻ കെല്ലറിനെ മുമ്പോട്ട് കൊണ്ടുവന്നത് ആ നല്ല ടീച്ചർ ആയതുകൊണ്ട് ഹെലൻ കെല്ലർ ഇപ്പൊ വേൾഡ് ഫേമസ് ആയിട്ടില്ലത്. ഒരു മിനിറ്റ് അങ്കിത ഒരവസരം എന്താ പിന്നെ നമ്മൾ വീട്ടിൽ നിന്നാണ് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നല്ലേ മിസ്സേ. അപ്പോ പിന്നെന്താണ് ഞാൻ എന്റെ കാര്യം പറയാണ്. എന്റെ കുട്ടികളെ ഞാൻ ഏത് സാധനം എവിടുന്നാണോ എടുക്കുന്നത് അവിടെ തന്നെ വെച്ച് പഠിപ്പിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ അത് സ്കൂളിൽ പോയി പഠിക്കുന്നല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ സ്കൂളിൽ തന്നെ പോയി പഠിക്കണം. പിന്നെ യൂണിഫോം ഇടാന്നൊന്നും പറയുന്ന വീട്ടിൽ നടക്കാത്ത കാര്യമാണല്ലോ. രക്ഷിതാക്കൾ യൂണിഫോം ഇട്ടല്ലല്ലോ നടക്കുക. അപ്പൊ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുക, വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുക. അവരെ മാതാപിതാക്കൾ അവരോട് എങ്ങനെ പെരുമാറുന്നോ അതാണ് ഏറ്റവും വലുത്. അതേ സ്കൂളിൽ മാതാപിതാക്കളിൽ മീൻസ് റെസ്പോണ്ട് കൊടുക്കാത്ത കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചിട്ട് കൊടുക്കുന്നത് സ്കൂളിൽ തന്നെ. അച്ഛൻ അമ്മേന് റെസ്പെക്ട് കൊടുക്കണമെന്ന് പറയുന്നത് സ്കൂളിൽ തന്നെ. എന്തിനു പറഞ്ഞെങ്കിൽ വീട്ടിലില്ല കുഞ്ഞുങ്ങൾ ആരും അച്ഛൻ അമ്മേന് റെസ്പെക്ട് കൊടുക്കൂല. എന്തിനു പറഞ്ഞെങ്കിൽ ഞങ്ങളൊന്നും മോൾക്കില്ലേ ഞമ്മള് മോൾക്കില്ല അച്ഛൻ അമ്മ ഞമ്മക്ക് ചെറിയ പിള്ളങ്ങൾക്ക് റെസ്പെക്ട് തരൂല. അപ്പൊ ഞമ്മളെ കുട്ടികൾ എന്താക്കും അമ്മേന്ന് വിളിക്കോ അങ്കി വാ അച്ഛനെ പേര് വെച്ചിട്ട് വിളിക്കാം. അപ്പൊ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് നമുക്ക് അച്ഛനെ ഇങ്ങനെ റെസ്പെക്ട് കൊടുത്തിട്ട് വിളിക്കണമെന്ന് പറയുന്നത് സ്കൂളിൽ തന്നെ. ഞമ്മ ഇപ്പൊ എത്ര ട്രൈ ചെയ്താലും വീട്ടിൽ പിള്ളേർ ആക്കൂല. ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവണം. എന്തിനു പറഞ്ഞാല് വീട്ടില് അച്ഛന അച്ഛൻ അമ്മ എന്ത് വിളിക്കുന്ന അതന്നെ കുട്ടികളും പറയും. അത് സ്കൂൾക്ക് പോയപ്പോ ആ ടീച്ചർ പറഞ്ഞു കൊടുക്കും ഹു ഈസ് അങ്കിൾ, ഹു ഈസ് ഡാഡ്, ഹു ഈസ് മദർ, ഹു ഈസ് യുവർ ബ്രദർ. അതിനകത്ത് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നല്ലോ. ഇതൊക്കെ പേരൻസിന് പറഞ്ഞു കൊടുക്കൂടാ? അതെന്തുകൊണ്ട് പേരൻസിന് പറഞ്ഞു കൊടുത്തൂടാ? പേരൻസിനെ പറഞ്ഞു കൊടുക്കാലോ അത് അച്ഛനാണ്, ആ റെസ്പെക്ട് അച്ഛന് കൊടുക്കണം, അത് അമ്മയാണ് പഠിപ്പിച്ചിട്ട് കൊടുക്കൂ. ബട്ട് പിള്ളേര് നമ്മളെ വാക്ക് കേൾക്കൂല, പിള്ളേര് കേൾക്കൂല. എന്തിനു പറഞ്ഞെങ്കിൽ അമ്മമാർക്ക് ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ 0 to 25 years ആയാലും പിള്ളേർ തന്നെ അമ്മമാർക്ക് ഞമ്മ എന്താക്കും അവര് ചെറുത് കാണിക്കുന്നത് നമുക്ക് എന്താവും ഒരു വേൾഡ് ഫേമസിനെ മാതിരി ഉണ്ടാവും. നമ്മൾ പേര് വെച്ച് വിളിച്ചു വാ എന്ത് രസാന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേ കൊണ്ടുപോകും. അവർ നേരെ നോക്കൂല. അതെന്തുകൊണ്ടാ?
ടീച്ചേഴ്സിനടക്കം ഫ്രണ്ട്സ് ആയിട്ട് കണ്ട് ടീച്ചേഴ്സിനടക്കം പേര് വെച്ച് വിളിക്കുന്ന ടീച്ചേഴ്സിനെ ട്രോളുന്ന് അങ്ങനത്തെ മക്കളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ആണത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ആ റെസ്പെക്ട്, ഇത് ടീച്ചറാണ്, ഇത് നിന്റെ പേരന്റ് ആണ്, ഇത് നിന്റെ അങ്കിളാണ്, ആന്റിയാണ്, സിസ്റ്ററാണ് ഒക്കെ പറഞ്ഞിട്ട് അതേ റെസ്പെക്ട് അവർക്ക് കൊടുക്കണം. മൂത്തവരെ ബഹുമാനിക്കണം, ഇളയവരെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അതിനനുസരിച്ചിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷെ അത് ഇവിടെ ഫുള്ള് കച്ചറാക്കിയിട്ട് വിടാം, ഇന്ന് സ്കൂളിൽ പോയിട്ട് സ്വഭാവമൊക്കെ റെഡി ആവട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ഫുള്ള് കച്ചറാക്കിയിട്ട് വിടാം കുട്ടിന്റെ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂൾക്കാണ് പറഞ്ഞാൽ ആ കുട്ടി എത്ര കണ്ട് കേട്ട് പഠിച്ചാലും വീട്ടിൽ വന്ന സെയിം മെത്തേഡല്ലേ നമ്മൾ കണ്ടത്. വീട്ടിൽ ഫുള്ള് കച്ചറാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്രയായാലും ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയി പോവും. അതാ ഞാൻ പറഞ്ഞത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞത്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന കാര്യം വീട്ടിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് സ്കൂളിൽ പോയിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എടിയെന്നും നീ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് അതേ കണക്ക് തന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ അമ്മയെ എടി നീ ഇങ്ങോട്ട് വാ ഡാ എന്നൊക്കെ വിളിക്കുന്ന കുട്ടികളും ഉണ്ട്. അത് സ്കൂളിൽ പോയിട്ട് അവർ പഠിച്ചതാണ്. അത് തിരുത്തി കൊടുക്കുന്ന ആരാ? വീട്ടിലുള്ള അച്ഛനും അമ്മയാണ്. അച്ഛാന്ന് വിളിക്കണം, അമ്മയെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്ന വീട്ടിലുള്ളവർ തന്നെയല്ലേ. അല്ലാതെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് തിരുത്താൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ. കൊണ്ടുപോകുന്ന തിരിച്ചു കൊടുക്കുന്ന മക്കളില്ലേ, ആ ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് ആരാ? അമ്മയല്ലേ അതോ ടീച്ചറാണോ? അല്ല, ഒരു കുട്ടിയുടെ റിയൽ ക്യാരക്ടർ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സ്കൂളിൽ അവിടുത്തെ റൂൾസും ഡിസിപ്ലിനും ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ അനുസരിക്കുന്നത്. അല്ലാതെ അവരവിടെ ഇഷ്ടത്തോടു കൂടി നിൽക്കുന്നവരുണ്ടാവാം, നിൽക്കുന്ന സമയം ഉണ്ടാവാം. പക്ഷെ കൂടുതലും അവര് സ്കൂളിലത്തെ ഡിസിപ്ലിനും റൂൾസും അവിടുത്തെ ഒരു ഫിയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ മാത്രമേ ഒരു കുട്ടിയുടെ റിയൽ ക്യാരക്ടർ കാണാൻ പറ്റൂ. ഒരു കുട്ടി എന്താണ് അവിടെ എങ്ങനെ ഫ്രീ ആയിട്ട് പെരുമാറുന്നത് കാണിക്കല് കുട്ടിയുടെ വീട്ടിൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. ശരി, സമ്മതിച്ചു. അച്ചടക്കം എന്ന് പറയുന്നതിന്റെ ബാക്ക് ബോൺ തന്നെ എന്താണെന്നറിയുമോ? വിദ്യാഭ്യാസം എന്നുള്ളതാ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വീട്ടില് നമ്മൾ കൊടുക്കുന്ന ഒരു കുഞ്ഞ് ജനിച്ച് 3-4 വയസ്സ് വരെ അച്ഛന്റെ അമ്മയുടെയും കൂടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ നമുക്ക് ചില ഒരു എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഐഡിയകളും എല്ലാം നമ്മളാണ് കൊടുക്കുന്നത്. പക്ഷെ അത് മാത്രമാണ് ഒരു വിദ്യാഭ്യാസം എന്നുള്ളത്. ഇപ്പൊ ഒരാളോട് വീട്ടിൽ കാണിക്കുന്ന അതേ സ്വഭാവം മാത്രം മതിയോ? അവര് നാളെ വളർന്ന് വലുതായി ഈ ലോകത്തിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയോ? അപ്പൊ അത് പറ്റത്തില്ല. അപ്പൊ അതിനപ്പുറമുള്ള കുഞ്ഞിന് അറിവുകളും ഓരോ കാര്യങ്ങളും ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? അതിന് നമ്മൾ ഉറപ്പായിട്ടും ഒരു നല്ല ടീച്ചർ, ഒരു നല്ല സ്കൂൾ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ നമ്മളെല്ലാവരും എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത്? അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചാൽ പോരെ? എന്തിനാ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളും പല രീതിയിൽ പലയിടത്തു നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുന്നത്? അവർ സ്കൂളിൽ പോയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന് വിചാരിച്ച് തന്നെയല്ലേ നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും തന്നെ ചെയ്യാം. അച്ഛനും അമ്മയും ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു നല്ല സ്കൂൾ അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ സെന്റർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടുന്നത്? ഇപ്പൊ ഒരു മിനിറ്റ് പറഞ്ഞു സ്കൂളിൽ വാഡ് പഠിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മമാരിൽ പറയും. അപ്പൊ അമ്മമാര് ആ കാര്യം ആരോട് ഡിസ്കസ് ചെയ്യോ? അപ്പൊ തന്നെ സ്കൂൾ ടീച്ചർക്ക് വിളിക്കുന്നോ? അല്ലാതെ സ്കൂളിൽ പോയി അത് ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, വീട്ടിൽ തന്നെ അത് അപ്പോഴും പറഞ്ഞു തിരുത്തും. അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള പലരും ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്നത് എനിക്ക് അനുഭവമുണ്ട്. എന്റെ മോനൊക്കെ സ്കൂളിൽ എന്തെങ്കിലും മോശം പഠിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ടീച്ചറിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇല്ലേ, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും മോശം പഠിച്ചിട്ട് വന്നാല് നമ്മൾ എന്തായാലും ടീച്ചറിനെ ഡിസ്കസ് ചെയ്യില്ലേ? നമ്മൾ എന്താ ചെയ്യാ? വീട്ടിൽ വെച്ച് തന്നെ അത് അവരടുത്ത് പറഞ്ഞു തിരുത്തും. അങ്ങനെ പറയരുത് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് തിരുത്തിയിട്ട് ചിലപ്പോ നമ്മൾ ടീച്ചേഴ്സിനോട് പറയുമായിരിക്കും. നമ്മൾ ആദ്യമേ പറയുന്നത് കൊച്ചിങ്ങനെ വിളിച്ചു നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ലേ അപ്പൊ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞാൽ ടീച്ചർ ആ ക്ലാസ്സിൽ ആരൊക്കെ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ എല്ലാം ടീച്ചറിന് തിരുത്താൻ പറ്റും. അപ്പൊ നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരു മോശം കാര്യം പഠിച്ചുകൊണ്ട് വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ക്ലാസ് ടീച്ചറിനെ അല്ലെങ്കിൽ അവൻ ടീച്ചറിനെ വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ടീച്ചറെ ഇങ്ങനെയാണ് കുഞ്ഞിങ്ങനെ പറയുന്നത്, ടീച്ചർ അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് നമ്മൾ ഈ കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ലേ? ഒരു വെട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ലേ? അത് നമ്മൾ സ്കൂളിൽ പറയോ ഇന്നെ ഇനി എടിയെന്ന് വിളിക്കുന്ന കൊച്ചിനോട് നീ നാളെ മിണ്ടണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അവനെ സ്കൂളിലോട്ട് വിടുവോ നാളെ? ഇല്ലല്ലോ. മോശപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്നല്ലേ പഠിച്ചുകൊണ്ട് വരുന്നത്. സ്കൂളിൽ എന്തായാലും മോശപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ലല്ലോ.
സ്കൂളിൽ സ്കൂളിൽ നിന്ന് മറ്റു കുട്ടികളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ടീച്ചേഴ്സ് കുറ്റാവേ നമ്മുടെ പഠിക്കുന്നതല്ല. മാതാപിതാക്കളുടെയാണ്. നമുക്കിപ്പോ എല്ലാ വീട്ടിലും എല്ലാ മാതാപിതാക്കളെയും നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യമെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. നമുക്കിപ്പോ എല്ലാ വീട്ടിലെ അച്ഛനും അമ്മയും പോയി നമുക്ക് തിരുത്താൻ പറ്റുമോ? അപ്പൊ പല കുഞ്ഞുങ്ങളും പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരില്ലേ. അപ്പൊ എല്ലാവരും ഒരു കൊടക്കീഴിൽ വരുമ്പോൾ നമ്മൾ ആ ടീച്ചറിനോട് പറയാം, ടീച്ചറെ കുഞ്ഞുങ്ങളെ എല്ലാം ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് കാണിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ടീച്ചറിനോടേ പറയാൻ പറ്റൂ. നമുക്കല്ലാതെ എല്ലാ വീട്ടിലും പോയി കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയോടും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മോശം കാണിക്കുന്ന കൊച്ചിനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാൻ നമുക്ക് പോയി പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞ് അവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞ് വേറൊരു കൊച്ചിനെ അവിടെ നിന്ന് മാറ്റാൻ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ എല്ലാരെയും ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് ടീച്ചറിനോടേ പറയാൻ പറ്റൂ. അതുമല്ലാതെ ടീച്ചറിനെ വിളിച്ചിട്ട് പറയത്തില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാണെന്നിട്ട് കുഞ്ഞിനെ നോക്കിക്കൊന്നും വീട്ടിൽ സ്കൂൾ ടീച്ചർ അതിനെ ആലോചിച്ചിട്ടും പറയലില്ലേ. വീട്ടിൽ ഇങ്ങനത്തെ മോശമാണെന്നുണ്ട്, കുഞ്ഞ് ഡിപ്രഷൻ ആയിട്ടുണ്ട്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു, ടീച്ചർ അതിനെ നോക്കിയിട്ട് ടീച്ചർ പേരൻസ് ഒക്കെ പറഞ്ഞ കുറെ രീതികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ആരാ വന്നത്? പേരൻസ്. ഒരു കുട്ടിയുടെ അടുത്ത് എത്ര പേരൻസ് അല്ല, വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് ഒരു പരിധി വരെ. പക്ഷെ ബാക്കി കൂടുതലും സ്കൂളിൽ നിന്നും കൂടെ കിട്ടുന്നതേ പറഞ്ഞുള്ളൂ. അതന്നെ അങ്കി പറയുന്നത് തെറ്റാണ്. കാരണം എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേരൻസിന്റെ അടുത്ത് പറയും, കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഇത്രയും ബാഡ് ആയിട്ടാണ് സ്കൂളിൽ പെരുമാറുന്നത്. അതപ്പോ തിരുത്തേണ്ട ഉത്തരവാദിത്തം ടീച്ചർക്ക് ഒരു കൺട്രോൾ ഉണ്ട്. കാരണം ടീച്ചർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എത്രയായാലും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ ഏറ്റെടുക്കേണ്ടത് ആരാണ്? ആ പേരൻസ് തന്നെയാണ്. അപ്പൊ പേരൻസ് വീണ്ടും അവന്റെ കുട്ടികളെ നന്നാക്കിക്കൊണ്ട് വന്ന കാലഘട്ടങ്ങളും ഉണ്ടല്ലോ, സമയങ്ങളും ഉണ്ടല്ലോ. എത്രയോ കുട്ടികളെ ടീച്ചർമാരെ നന്നാക്കിയിട്ടുണ്ട്. പേരൻസിന്റെ അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു ഏജ് കഴിഞ്ഞ പിന്നെ ടീച്ചേഴ്സിന്റെ കൺട്രോളിലാണോ കുട്ടി? അല്ലല്ലോ. മാതാപിതാക്കളുടെ കൺട്രോളിൽ ഇപ്പൊ കുട്ടികളുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു ടീച്ചറുടെ കൺട്രോൾ ഇല്ലാന്ന് പറയുന്നത്. അവരൊരു 10-15 വയസ്സ് അവരവരുടെ വ്യക്തിത്വം അപ്പോഴത്തേക്ക് രൂപീകരിച്ചു കഴിഞ്ഞു. ഒരു കോളേജിലും അവിടെയൊക്കെ പോകുന്ന പിള്ളേർക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വം ആയി കഴിഞ്ഞു. നമ്മൾ സ്കൂൾ കാര്യം നോക്കിയാൽ മതി, അപ്പോഴാണ് അവരുടെ എല്ലാ വ്യക്തിത്വങ്ങളും ഡെവലപ്പ് ആവുന്നത്. ഹലോ, സ്കൂളിൽ പോയിട്ട് വിദ്യാഭ്യാസം കുട്ടി നേടുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ പറഞ്ഞാൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും സ്കൂളിൽ പറഞ്ഞയക്കണം. പക്ഷെ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? അവന്റെ വീട്ടിന്റെ സിറ്റുവേഷൻ, കാര്യങ്ങൾ അതല്ലാന്ന് പറഞ്ഞില്ലല്ലോ. പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ തന്നെ പഠിക്കും. ഒരു ഇന്റർവ്യൂ ഒക്കെ പോകുന്നെങ്കിൽ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ സാധ്യത. ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് വീട്ടിൽ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണോന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ ചാൻസസ് ഇല്ല. ബട്ട് അതെല്ലാം സ്കൂളിൽ തന്നെ കിട്ടും. ഹലോ, കഴിഞ്ഞോ? പറഞ്ഞോ? ടൈം തീർന്നു. 1 മണി കഴിഞ്ഞു. ഹലോ മക്കളെ, എല്ലാരും ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ഇന്നത്തെ ഡിബേറ്റ് ഇന്നൊക്കെ തന്നെ കഴിഞ്ഞു. മനസ്സിൽ വെക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാന്ന്. അപ്പൊ ഒരു ടോപ്പിക്ക് പറയുമ്പോ അതിനെ ഒപ്പോസ് ചെയ്യാന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഡ്യൂട്ടിയാ. അപ്പൊ അതിനുവേണ്ടി എന്തും പറയാന്നുള്ള ഡിബേറ്റില് ആരും ഒന്നും മനസ്സിൽ വെക്കരുത്. നല്ല ആക്ടിവിറ്റി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് 1:30 പിന്നെ ഞമ്മ നോർമലായിട്ട് എങ്ങനെ ഉണ്ടായി അങ്ങനെ തന്നെ 1:30 പിന്നെ ഇപ്പൊ ഡിബേറ്റിൽ തന്നെ ഇരിക്കട്ടെ. ഡിബേറ്റിന്റെ ടൈമിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്ത് പറയും. അത് കഴിയുമ്പോ പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ. സ്ക്രീനിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ടൈം കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടി നമ്മൾ മോണ്ടിസോറി ടീച്ചറാവാൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡിസിപ്ലിൻ എവിടെ നിന്നാ കിട്ടുന്നത്? തമാശ രൂപത്തിൽ പറഞ്ഞാണ്ടോ, എന്നാലും വീട്ടിൽ നിന്നല്ല. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള രീതിയിൽ നമുക്ക് പറയായിരുന്നു അല്ലേ? ഫ്യൂച്ചർ ടീച്ചേഴ്സിനെ അല്ല ഡിബേറ്റ് ചെയ്തത്, ഹോംവർക്ക് വേണമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇതിൽ 4 ആൾ മാത്രമേ ടീച്ചേഴ്സിന് ബെസ്റ്റ് ഉള്ളത്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വീട്ടിലുള്ള അമ്മയും ടീച്ചറാണല്ലോ മാം. വീട്ടിലുള്ള ആദ്യം അമ്മമാരാണല്ലോ മാം, എന്നിട്ടല്ലേ നമ്മൾ മാതാപിതാക്കൾ ദൈവം എന്നല്ലേ. ആദ്യം അച്ഛനും അമ്മ, പിന്നെ സ്കൂള്. പറഞ്ഞതാണ്. ഓക്കെ, ടൈം അവസാനിച്ചു.
സന്തോഷായി. ഇത് ഒരു എന്തെങ്കിലും ഒരു വിഷയം തന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടൊരു ധൈര്യം വന്നില്ലേ? നന്നായിട്ട് സംസാരിച്ചു എല്ലാവരും, നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. മാമിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം മാമിന്റെ അഭിപ്രായം എന്താ? സ്കൂള് തന്നെയാണ്. മാം എന്തായാലും മാമിന്റെ ഭാഗല്ലേ പറയൂ. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? മാം ആദ്യം എന്നെ അപേക്ഷിച്ച് സ്കൂള് തന്നെ. എന്നാന്ന് വെച്ചാ നമ്മുടെ കഴിവുകളെല്ലാം കണ്ടുപിടിക്കുന്നത് ഒരു ടീച്ചറല്ലേ. ഇപ്പൊ നമുക്ക് വന്ന് ഒരു പാരന്റ്സിന് വന്നിട്ട് നീ ഇതാകണം, ഇപ്പൊ നീ കളക്ടർ ആകണം എന്ന് പറഞ്ഞാൽ അവർക്ക് കളക്ടർ ആകണമെന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അത് അവരാകണമെന്നില്ല. അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ടീച്ചർമാരല്ലേ. എന്റെ കഴിവ് കണ്ടുപിടിച്ചത് എന്റെ ടീച്ചറായിരുന്നു. അത് എനിക്ക് തന്നെ അത് മനസ്സിലായി. സൈൻ ഔട്ട് വൈഷ്ണവിയാണ് മാം. പോയോ? അറിയില്ല, ഡിബേറ്റ് കേട്ട് പേടിച്ചോടിയും തോന്നി. ആരെങ്കിലും പറയോ സൈൻ ഔട്ട്? വൈഷ്ണവി ഇതോ പോയി തോന്നുന്നു. ആരെങ്കിലും ഒരാള് പറയോ? മാം. ഓക്കെ, സുജിത. ഹലോ, യെസ് മാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സോറിയാണ് പറയുന്നത്. ഇത്രയും 2 മാസമായിട്ട് ഞാൻ ക്ലാസ്, എനിക്ക് ലൈവ് ക്ലാസ് ഒരു 3-4 ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. റെക്കോർഡ് ക്ലാസ് ആണ് ഓൾമോസ്റ്റ് ഞാൻ കാണുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് മാമിന്റെ ക്ലാസ് തന്നെയാണ് റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരുന്നത്. പിന്നെ ഒരു സൈൻ ഓഫും അറിയാം എങ്ങനെയാണെന്ന്, പക്ഷെ ഒരു പ്രിപ്പറേഷനും ഇല്ല. ഇന്ന് ജസ്റ്റ് ഞാൻ ക്ലാസ്സിൽ കയറിയേ ഉള്ളൂ. ഇന്നത്തെ ഡിബേറ്റ് എന്തായാലും ആദ്യം ഡിബേറ്റിനെ കുറിച്ച് പറയാം. ഇംഗ്ലീഷ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, പെട്ടെന്ന് എനിക്കൊന്നും കിട്ടില്ല. മലയാളത്തിലാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഞാൻ ഇത് മാം ഇതിന്റെ സബ്ജക്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ തന്നെ എല്ലാവരും എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഒരു എനർജി കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത്. ഒരുപാട് തവണ ഞാനത് അൺമ്യൂട്ട് ആക്കാൻ തോന്നിയതാണ്, പക്ഷെ അവരുടെ കഴിയട്ടെ. ഓരോരുത്തരുടെയും സംസാരം കേൾക്കുമ്പോൾ അത് ശരിക്കും ഇനിയും സമയം ഒരുപാട് നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ കേൾക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം വന്നിരുന്നത്. അവരോട് നല്ല ഡിബേറ്റ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അതുപോലെ ടീച്ചർക്ക് ഒരുപാട് ക്ഷമയോടെയാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അടിപിടിയിലേക്ക് പോകുന്ന ഒരു ഡിബേറ്റ് ആവുമായിരുന്നു. ശരിക്കും ഹോമും സ്കൂളും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഹോം, നമ്മള് രണ്ടിനെയും നമുക്ക് വേർതിരിച്ചറിയിക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച ഒരു ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡിബേറ്റിൽ അവർ കറക്റ്റായിട്ട് അത് എടുത്തു കാണിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പം ഈ ഡിബേറ്റിനെ വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത ടീച്ചർക്കാണെങ്കിലും അതുപോലെ അവതരിപ്പിച്ച എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എനിക്ക് എല്ലാവരും അറിയില്ല, വളരെ നന്നായ ഒരു ക്ലാസ് ആയിരുന്നു. മിസ്സാണെങ്കിലും വളരെ പേഷ്യൻസോട് കൂടിയാണ് അത് കേട്ടതും അതിന് മറുപടി പറഞ്ഞതും. മാക്സിമം ഞാൻ ഇനി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. മാക്സിമം ഞാൻ കേൾക്കാറുണ്ട്, റെക്കോർഡ് ക്ലാസ്സിലാണെങ്കിലും ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും. താങ്ക് യു മിസ്. എനിക്കിനി എന്തൊക്കെയോ പറയണം എന്നുണ്ട് ശരിക്കും പറഞ്ഞ, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് ശരിക്കും പറഞ്ഞ. താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ.